ചന്ദനമഴ സീരിയലിലെ അമൃത എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ ഇഷ്ടം നേടിയെടുത്ത താരസുന്ദരിയാണ് മേഘ്ന. 4 വർഷത്തോളം ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി വിവാഹത്തോടു കൂടിയാണ് അഭിനയത്തിൽ നിന്ന് മാറുന്നത്. വിചാരിച്ചതുപോലെ ദാമ്പത്യ ജീവിതം വിജയിക്കാതെ വന്നതോടെ നടി വിവാഹമോചിതയാവുകയും ചെയ്തു. ഇതിനുശേഷം വീണ്ടും തമിഴിലും മലയാളത്തിലുമൊക്കെ അഭിനയത്തിൽ സജീവമായി തുടരുകയാണ് മേഘ്ന. ഇടയ്ക്ക് നടിയുടെ വിവാഹമോചനത്തെപ്പറ്റി പ്രമുഖയായൊരു നടി അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. മേഘ്ന വിവാഹം കഴിച്ചാൽ ഉടനെ വേർപിരിയുമെന്നായിരുന്നു ഈ നടി പറഞ്ഞത്. ഇതിനെക്കുറിച്ച് തൻ്റെ അഭിപ്രായം പറയുകയാണ് നടി ഇപ്പോൾ. മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു മേഘ്ന. മേഘ്ന എന്ന കുട്ടി വിവാഹം കഴിച്ചപ്പോൾ ഈ കുട്ടിയുടെ റിലേഷൻ അധികകാലം മുന്നോട്ട് പോവില്ലെന്നും ഇവർ വേർപിരിയുമെന്നും എനിക്ക് തന്നെ അറിയാമായിരുന്നു എന്നുമാണ് ആ നടി പറഞ്ഞിരുന്നത്. ഇതിനെക്കുറിച്ചുള്ള മേഘ്നയുടെ അഭിപ്രായത്തെക്കുറിച്ചാണ് അവതാരക ചോദിച്ചത്. അത് ആരാണെന്ന് എനിക്കറിയില്ല. എങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ രീതികളാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ അത് ബാധിക്കാറില്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്കറിയാം. ആദ്യമൊക്കെ വിഷമം വരുമായിരുന്നു. ഇപ്പോൾ കോമഡിയായി കണ്ട് ചിരിക്കുകയാണ് പതിവ്. ചില കാര്യങ്ങൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതും മറ്റു ചിലത് ഈ ജന്മത്തിൽ ക്ഷമിക്കാൻ പറ്റാത്തതുമാണ്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ക്ഷമിക്കാൻ പറ്റില്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആളുകൾ കമന്റിലൂടെയും മറ്റുമൊക്കെ പറയുന്നത് ഒരിക്കലും എന്നെ ബാധിച്ചിട്ടില്ല. മുൻപ് എന്ത് കാര്യമാണെങ്കിലും മമ്മി എന്ന് വിളിച്ച് കരയും. എന്നാൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ശക്തമായിട്ടുള്ള ഒരു മേഘ്നയായി തനിക്ക് മാറാൻ സാധിച്ചു. വേറെ ഒരാൾക്ക് പറഞ്ഞു തന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. അന്ന് എൻ്റെ കൂടെ ജോലി ചെയ്തവർക്കറിയാം. എൻ്റെ കണ്ണ് അടയാത്ത പ്രശ്നമുണ്ടായി. തമിഴിലുള്ള ഒരു സീരിയൽ കണ്ടാലറിയാം. അതിലൊക്കെ എൻ്റെ കണ്ണ് മിഴിച്ചിരിക്കുകയാണ്. ഉറക്കമില്ലാത്ത രാത്രികളിൽ സീരിയലും പിന്നെ റിയാലിറ്റി ഷോയുടെ റിഹേഴ്സലും ഒക്കെയായി സജീവമായി. ഇതോടെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന കാര്യം മറന്നു. അങ്ങനെയാണ് നോർമലായി വന്നത്. ആ സമയത്ത് ഞാൻ ഇടയ്ക്കിടെ തല കറങ്ങി വീഴുമായിരുന്നു. സങ്കടപ്പെട്ട് കിടക്കാനുള്ള ഓപ്ഷൻ എനിക്കറിയില്ല. അതിൽ നിന്ന് മറികടന്നേ പറ്റുകയുള്ളൂ. കാരണം എനിക്ക് വർക്ക് ചെയ്താലേ പണം ഉണ്ടാക്കുവാൻ പറ്റുകയുള്ളൂ. ആ സമയത്താണ് കേസ് നടന്നതും. അതിനൊക്കെ പണം വേണമല്ലോ. എല്ലാത്തിനും അമ്മയെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല. എൻ്റെ വ്യക്തി ജീവിതത്തിനും അമ്മയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി എടുക്കാൻ സാധിക്കില്ലല്ലോ.